മാർക്കറ്റിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ? എങ്കിലേ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലാദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്നുള്ളത്. എങ്ങനെയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നതെന്ന് അറിയോ? ഇതിലെ വലിയ കാര്യമൊന്നുമില്ല, സംഗതി വളരെ സിമ്പിളാണ്. ഓഹരികൾ സൂക്ഷിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് രൂപത്തിലുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പണ്ട് ഈ ഓഹരികൾ കടലാസ് രൂപത്തിലായിരുന്നു. പിന്നീട് ഇലക്ട്രോണിക് രൂപത്തിലാക്കിയതിന്റെ പ്രധാന കാരണം ഓഹരികൾ വേഗത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കുമെന്നതാണ്. മറ്റൊന്ന്, തട്ടിപ്പുകൾ കുറയ്ക്കാനും ഓഹരികൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും വേണ്ടിയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടുകൾ വിപണിയിലെ വ്യാപാരത്തിന് അത്യാവശ്യമാണ്. ഇത് രണ്ടുമില്ലാതെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര കാശുണ്ടായാലും നമുക്ക് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ടൊരു DPA തീരുമാനിക്കുക. DPA എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. അതിപ്പോ ഓഹരികൾ പുറപ്പെടുവിക്കുന്ന കമ്പനികളോ സ്ഥാപനങ്ങളോ എന്തുമാകാം. ബാങ്കുകളോ ട്രേഡിംഗ് നടത്തുന്ന ബ്രോക്കറേജ് സ്ഥാപനങ്ങളോ അങ്ങനെ ഏതും. എന്നിട്ട് അവർ നൽകുന്ന വിവിധ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുക. അതിനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തേത് തിരിച്ചറിയൽ രേഖ. നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, ആധാർ കാർഡോ വോട്ടേഴ്സ് IDയോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ, അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവരുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളും നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന്. പിന്നെ പാൻ കാർഡ്. ഇനി അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ വേണം. വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാടക കരാറുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, വൈദ്യുതി ബിൽ, ഗ്യാസ് ബിൽ തുടങ്ങിയവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. നല്ല കളർഫുൾ ആയിട്ടൊരു ഉഗ്രൻ പടം തന്നെ ആയിക്കോട്ടെ. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. ഇനി അടുത്തത്, ഈ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിൽ ആദ്യത്തേത് ഇൻവെസ്റ്റേഴ്സ് എന്താണെന്നാണ്. ആരാണോ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നത് അയാളെയാണ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ നിക്ഷേപകൻ എന്ന് പറയുന്നത്. ഇനി ഈ നിക്ഷേപകൻ ഒരു വ്യക്തി തന്നെ ആകണം എന്നില്ല കേട്ടോ. സ്ഥാപനങ്ങളും മറ്റെന്ത് വേണോ ആകാം. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട ഡിപ്പോസിറ്ററി എന്താണെന്നാണ്. അതായത് നമ്മൾ വാങ്ങുന്ന ഷെയറുകൾ സൂക്ഷിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഥാപനം. നിക്ഷേപകന് വേണ്ടി ഓഹരികൾ സൂക്ഷിക്കുന്ന ഇടത്തെയാണ് നമ്മൾ ഡിപ്പോസിറ്ററി എന്ന് പറയുന്നത്. NSDL, CDSL എന്നിവയൊക്കെയാണ് ഇന്ത്യയിലെ ഡിപ്പോസിറ്ററികൾ. അടുത്തത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്താണെന്നാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്ററികളുടെ ഏജന്റുമാരാണ്. നേരത്തെ പറഞ്ഞില്ലേ, NSDL, CDSL തുടങ്ങിയവ, അവരുടെ ഏജന്റുമാരാണ് ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. നിക്ഷേപകർ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനായി ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെയാണ് സമീപിക്കേണ്ടത്. നമ്മുടെ ബാങ്കുകൾ, സ്വകാര്യ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ ഡിപ്പോസിറ്ററികളുടെ ഏജന്റുമാരാണ്. ഇവർക്ക് NSDLും CDSLും ഒക്കെ ലൈസൻസ് നൽകും. നേരത്തെ ഇവർക്ക് വഴിയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ, ഇത്രയൊക്കെ രേഖകൾ കയ്യിലുണ്ടെങ്കിൽ തുടക്കക്കാരനായ ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് പണം ഇറക്കി ട്രേഡ് ചെയ്ത് 10,000-ങ്ങളും ലക്ഷങ്ങളും സമ്പാദിക്കാം. കാര്യം സിമ്പിളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കാര്യം.